ഹലോ ഗൈസ്, കുറച്ച് ദിവസമായിട്ട് പെൻഡിങ് ലിസ്റ്റിൽ കിടന്നിരുന്ന വീഡിയോ ആണിത്. തുടങ്ങുന്നതിന് മുമ്പ് തന്നെ പറയുന്നു, ഈ വീഡിയോ കംപ്ലീറ്റ്ലി സ്റ്റുഡൻസിനുള്ളതാണ്, എസ്പെഷ്യലി ACCA സ്റ്റുഡൻസിന്. കാരണം ഞാനൊരു ACCA സ്റ്റുഡൻ്റ് ആണല്ലോ. കറൻ്റ്ലി PM പേപ്പറാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു സ്റ്റഡി പ്ലാൻ പ്രിപ്പറേഷനാണ് ഇത്. അപ്പോൾ എൻ്റെ സ്റ്റഡി പ്ലാൻ എക്സലിൽ 3 ഷീറ്റാണ് ഞാൻ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഡെയിലി ഷെഡ്യൂള്, പ്ലാനർ, പിന്നെ റിവിഷൻ. അപ്പോൾ ഡെയിലി ലേണിംഗ് ഷെഡ്യൂളിൽ എൻ്റെ ഫാക്കൽറ്റി സാറ് തന്നിട്ടുണ്ടായിരുന്ന ടൈം ടേബിളാണ് കേട്ടോ ഞാൻ വെക്കുന്നത്. ഞാൻ ഈ പ്ലാനിങ് പരിപാടീസൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നത്, അതായത് എക്സലിൽ പ്ലാനിങ് ഒക്കെ ചെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നത് കഴിഞ്ഞ FR പേപ്പർ തൊട്ടായിരുന്നു. അതെനിക്ക് നല്ല എഫക്റ്റീവായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. സോ അതുകൊണ്ടാണ് PMനും അത് കണ്ടിന്യൂ ചെയ്യാമെന്ന് വിചാരിച്ചത്. PM എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാമല്ലോ, അത്യാവശ്യം നല്ല ടഫ് പേപ്പറാണ്. ഞാനും PMന് എന്തോ വലിയ ഭീകരനായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ 3 പ്രാവശ്യം PMൻ്റെ സബ്ജക്റ്റ് എടുക്കും, പിന്നെ ഞാനത് ഇടയിൽ വെച്ചിട്ട് പിന്നെ സബ്ജക്റ്റ് ചേഞ്ച് ആക്കും. അങ്ങനെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതുവരെ എക്സാം ഒന്നും എഴുതി നോക്കിയിട്ടുണ്ടായിരുന്നില്ല. ഒരു വട്ടം എക്സാം വരെ ബുക്ക് ചെയ്തിട്ട് പിന്നെ ക്യാൻസൽ ആക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇപ്രാവശ്യം എന്തായാലും PM ചെയ്യണം, എക്സാം എഴുതണം എന്ന് തന്നെ വിചാരിച്ചിട്ടുണ്ട്. ഞാൻ അലയൻസിലാണ് ACCA ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓൺലൈനായിട്ടാണ് ചെയ്യുന്നത്. ജോജു സാറാണ് ഇപ്പോഴത്തെ PMൻ്റെ ഫാക്കൽറ്റി. അപ്പോൾ സാറിൻ്റെ ക്ലാസ് നല്ല റിവ്യൂസൊക്കെ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഈ വട്ടം എന്തായാലും അറ്റൻഡ് ചെയ്യാമെന്ന് വിചാരിച്ച്. പിന്നെ ACCA പറ്റി പറയുകയാണെങ്കിൽ, ശരിക്കും പറഞ്ഞാൽ ACCA ഒക്കെ പ്രോപ്പർ പ്ലാനിങ്ങോട് കൂടിയിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ടൊക്കെ ഇരുന്ന് പഠിക്കുകയാണെങ്കിൽ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ തീരാവുന്നതേ ഉള്ളൂ. CAനൊക്കെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ സ്റ്റുഡൻസിന് കുറേ കൂടെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ളത് ACCA ആണ്. പിന്നെ എന്നെപ്പോലെ ഓൺലൈനൊക്കെ ചെയ്യുന്നവർക്ക് ഇടയിൽ കയറി വരുന്ന ഈ മടിയൊക്കെയാണ് പ്രശ്നം. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് പ്ലാനിങ്ങിലേക്ക് തന്നെ തിരിച്ചു പോകാം. ഇതിപ്പോൾ January 9th വരെയുള്ള ഷെഡ്യൂളാണ് കേട്ടോ പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ അതിൽ CVP, പിന്നെ ലിമിറ്റിംഗ് ഫാക്ടർ, പ്രൈസിങ്, റിസ്ക്, ബജറ്റിങ്, ഈ ചാപ്റ്റേഴ്സൊക്കെയാണ് 9th വരെ ടാർഗറ്റ് ചെയ്യുന്നത്. പിന്നെ പ്ലാൻ ചെയ്യുമ്പോൾ പരമാവധി അത് നടത്താനും കൂടെ ശ്രമിക്കുക. കാരണം പ്ലാനിങ്ങിന് നല്ലോണം എഫേർട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ പഠിക്കാനും നല്ല എഫേർട്ട് എടുക്കുക. അങ്ങനെ നമ്മുടെ ഷെഡ്യൂളൊക്കെ പ്രിപ്പയർ ആവുന്നുണ്ട്. റെക്കോർഡിങ്സൊക്കെ ഞാൻ ബ്ലൂ കളറിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഹോളിഡേയ്സൊക്കെ റെഡ് കളറിൽ, പിന്നെ വൈറ്റ് കളർ ഫോർ ലൈവ് ക്ലാസ്സസ്. നെക്സ്റ്റ് പ്ലാനർ ഷീറ്റാണ്. ഇവിടെ ഞാൻ ചാപ്റ്റേഴ്സിൻ്റെ നെയിം, പിന്നെ ക്ലാസ്, സ്റ്റഡി ഹബ്ബ്, കിറ്റ്, ഇതൊക്കെ കംപ്ലീറ്റഡ് ആണോ അല്ലേ എന്നൊക്കെയുള്ളത് അനലൈസ് ചെയ്യാനുള്ള പേജായിട്ടാണ് എടുക്കുന്നത്. അതുപോലെ എക്സാമിന് ഇനി എത്ര ഡേയ്സ് ഉണ്ട്, ഇതൊക്കെ ഡെയിലി അപ്ഡേറ്റ് ആക്കി പോകാം. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരു അപ്ഡേഷൻ ചെയ്യുമ്പോൾ ഡെയിലി ഇതൊക്കെ ഒന്ന് എടുത്ത് നോക്കാനും ഫില്ലാക്കാനൊക്കെ ഒരു എക്സൈറ്റ്മെൻ്റ് ആണല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്തത്. അതുപോലെ താഴെ കംപ്ലീറ്റഡിൻ്റെ എണ്ണവും പിന്നെ പെൻഡിങ്ങിൻ്റെ എണ്ണവും ഒക്കെ ഉള്ളതുകൊണ്ട് കംപ്ലീറ്റഡ് കൂട്ടാനും പിന്നെ പെൻഡിങ്സ് കുറയ്ക്കാനൊക്കെ നല്ല ക്യൂരിയോസിറ്റിയാണ്. ദെൻ ലാസ്റ്റ് റിവിഷന് വേണ്ടിയിട്ടുള്ള ഷീറ്റാണ്. അതിപ്പോൾ ബ്ലാങ്ക് ആണ്, ബിക്കോസ് എക്സാമിന് കുറച്ച് മുമ്പായിട്ടാണ് അതൊക്കെ ഫില്ലാക്കുള്ളൂ, അതായത് റിവിഷൻ ടൈമിലൊക്കെ. പിന്നെ ഞാൻ വീണ്ടും പറയുകയാണ്, നമുക്ക് പ്ലാനിങ് മാത്രം പോരാ, നല്ലപോലെ വർക്കൗട്ട് ചെയ്യണം. ഇത് പിന്നെ ഞാൻ ഇങ്ങനെ എടുത്തെടുത്ത് പറയുന്നത് എനിക്ക് എന്നെ തന്നെ ഒന്ന് ഓർമ്മപ്പെടുത്താനും കൂടിയാണ്, അല്ലെങ്കിൽ ഞാനും മടി പിടിച്ച് പോകും. അപ്പോൾ ഗൈസ്, എല്ലാവരും നല്ലപോലെ പഠിക്കുക, ഡെയിലി പഠിക്കാൻ നോക്കുക. പിന്നെ ഫുൾ ടൈം ഒന്നും ഇരിക്കുന്ന പഠിക്കണം എന്നൊന്നുമില്ല, അതിന് വേണ്ടിയിട്ടൊരു ടൈം സെറ്റ് ആക്കുക. എന്നിട്ട് ആ ടൈമിൽ നല്ല പ്രൊഡക്റ്റീവായിട്ട് പഠിക്കാൻ നോക്കുക. പിന്നെ PM ഒക്കെ പാസ്സാവാനൊക്കെ പാസ് പെർസെൻറ്റേജ് കുറവാണെന്നൊക്കെ കേട്ടിട്ടുണ്ട്. കാരണം എന്തായാലും കുറച്ച് ട്രിക്കി പേപ്പർ ആണല്ലോ. അപ്പോൾ എന്തായാലും നമ്മൾ നമ്മുടെ മാക്സിമം കൊടുക്കുക, ബാക്കിയൊക്കെ വരുന്നോട്ട് വെച്ച് വേണം. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്, ഓൾ ദി ബെസ്റ്റ്.